തലശ്ശേരി ദം ബിരിയാണി പോലെ തന്നെ കണ്ണൂർ തലശ്ശേരി ഭാഗങ്ങളിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് ഇറച്ചിച്ചോറ്. അപ്പോൾ സാധാരണ ബീഫ് വെച്ചിട്ടാണ് ഇറച്ചിച്ചോറ് ഉണ്ടാക്കൽ. എന്നാൽ ബീഫൊന്നും കഴിക്കാത്തവർക്ക് ചിക്കൻ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇറച്ചിച്ചോറ് ഉണ്ടാക്കാം. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര പണിയൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ബീഫ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്, എന്നാൽ ചിക്കൻ വെച്ചിട്ടും ടേസ്റ്റിന് ഒരു കുറവുമില്ല. അപ്പോൾ ഓരോ മീറ്റിനും ഓരോരോ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലെ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഇറച്ചിച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. സാധാരണ തലശ്ശേരി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന നമ്മളെ കൈമ അരി ഉണ്ടല്ലോ, ജീരകശാല അരി, അത് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ അരിയാണ്, ബസ്മതി അരി ഒരിക്കലും ഉപയോഗിക്കരുത്, അപ്പോൾ വലിയ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്. അത് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിലൊന്ന് അരമണിക്കൂറൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഒരു വലിയ 2 സവാള ഞാൻ എടുത്തിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 പച്ചമുളകും അതുപോലെ ഒരു 5-8 ഇത് നമ്മളെ വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ പച്ചമുളകും ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും നമുക്കൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ചതക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്നും ഒരുപാട് അളവിലങ്ങ് കൂടി പോകേണ്ട ആവശ്യമില്ല. നല്ല സ്പൈസി ആയിട്ടുള്ള ചോറ് തന്നെയാണ്, എന്നാലും നമുക്ക് ഇത് ഒരുപാട് അളവിൽ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മുളക് പൊടിയും അതുപോലെ ഗരം മസാലയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ നമ്മളെ പച്ചമുളകും ഇതൊക്കെ ഒന്ന് ചതക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു പാത്രം എടുക്കണം. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ പശു നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് മാത്രമാണെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രമാണെങ്കിൽ അതുപോലെ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ടും പകുതി അളവിലാണ് എടുത്തത്. ഇനി അതുപോലെ തന്നെ ഒരു 3-4 പട്ട, അതുപോലെ തന്നെ ഗ്രാമ്പു, പിന്നെ കുറച്ച് വഴനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകമാണ്. അതുപോലെ തന്നെ അതേ അളവിൽ നമ്മൾ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഷാജീരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും സെയിം അളവിൽ തന്നെ എടുക്കുക. ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചി തന്നെയാണ്. സാധാരണ നമ്മൾ തലശ്ശേരി ബിരിയാണി മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നതാണ് ഷാജീര. അപ്പോൾ അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. എല്ലാ ജീരകത്തിനേക്കാളും ചെറിയൊരു ജീരകമാണിത്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിതിലൊരു 2-3 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പറയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, കുറച്ചധികം ചേർത്ത് കൊടുക്കാം നമുക്കത്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ ചതക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഫ്ലെയിമൊക്കെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആ ഒരു മസാലേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ആ ഒരു സമയം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ അരിഞ്ഞ് വെച്ച ഉള്ളിയാണ്. അപ്പോൾ ഉള്ളി അങ്ങ് ചേർത്തിട്ട് നമ്മൾ ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ ആക്കി എടുക്കുകയൊന്നും വേണ്ട, അതായത് വഴന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ആ ഒരു ഒന്ന് വാടിക്കിട്ടോ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു കളറൊന്നും ചേഞ്ച് ആവുന്നവരെ നമ്മൾ വഴറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വാടിക്കിട്ടും. അപ്പോൾ ഇത് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സവാളേൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ആ ഒരു കളറൊന്ന് ഇതായിട്ട് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കൻ കഷ്ണമാണ്. അപ്പോൾ ചിക്കൻ കഷ്ണം ഞാൻ നല്ലപോലെ കഴുകിയിട്ട് മസാലയൊന്നും പെരക്കാത്ത ചിക്കൻ കഷ്ണമാണ്. ഇനി അത് ചേർത്തിട്ട് ഫ്ലെയിം നമ്മൾ നല്ലോണം ഒന്ന് കൂട്ടി വെക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒരു 5 മിനിറ്റ് ചിക്കൻ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചിക്കൻ്റെ ഒരു പിങ്ക് കളറൊക്കെ മാറി ഇതുപോലെ നല്ലൊരു വെള്ള കളറായി വരണം ആ ഒരു ഇറച്ചി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കുന്ന സമയത്ത് ചിക്കൻ കഷ്ണത്തിന് ഒരു പ്രത്യേക ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കളറ് ഒന്ന് വെള്ള കളറായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ നമ്മൾ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നത്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്താണ് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവൊക്കെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള റൈസാണ്. അപ്പോൾ കുറച്ച് എരിവുണ്ടെങ്കിലേ ഈ ഒരു ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ തക്കാളിയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഇതുവരെ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് ഒരു ചിക്കനൊക്കെ ഒന്ന് വേവുന്ന സമയത്ത് അതിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ ഒന്ന് ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് ചിക്കൻ ഇതുപോലെ വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴാണ് ഇതിന് പ്രത്യേക ഒരു രുചിയുള്ളത്. ഇടയ്ക്ക് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ വീണ്ടും ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഒരു കൈപ്പിടിയോളം മല്ലിച്ചപ്പും അതുപോലെ തന്നെ അതേ അളവ് തന്നെ പുതിനയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് കൂടുതൽ അളവിൽ ചേർത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ കുറച്ച് നാരങ്ങേൻ്റെ നീരും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് കട്ട തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇറച്ചി മസാലയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് വേണമെങ്കിൽ ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് സാധാരണ ചേർത്ത് കൊടുക്കൽ. അപ്പോൾ ചെറിയ തീയിലായതുകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതിലും നമുക്കങ്ങനെ പിരിഞ്ഞു പോകുന്നില്ല. അപ്പോൾ ഇത്രയും സമയം നമ്മൾ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. 10 മിനിറ്റ് നമ്മൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. മാക്സിമം ഒരു 20 മിനിറ്റെങ്കിലും നമുക്ക് ചിക്കൻ വേവാൻ വേണം. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ടല്ലോ, ആ അരിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഊറ്റിയതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ അരി ഒന്ന് വറുത്തെടുക്കാം. ഒരുപാടങ്ങ് കുത്തി ഇളക്കരുത്, അരി പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഇതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് എന്നുള്ള രീതിയിലാണ് ഞാനിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്നുള്ള കണക്കിലായാലും ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയം കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നല്ല തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്ന് മൂടി തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് കിട്ടണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിത് ഫ്ലെയിം നല്ല പോലെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് എല്ലാ ഭാഗവും ഒന്ന് ലെവലാക്കി വെച്ചതിന് ശേഷം വീണ്ടും ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് മൂടി വെച്ചിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും മതിയാകും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വീണ്ടും എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ചോറ് അങ്ങനെ കുഴഞ്ഞു പോകുന്നില്ല. നമ്മൾ അങ്ങനെ ഒരുപാട് സമയമൊന്നും കുതിർത്ത് വെച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു റൈസ് എന്ന് പറയുന്നത് അങ്ങനെ കുഴഞ്ഞു പോകുന്ന ടൈപ്പ് റൈസ് അല്ല. അതുപോലെ കൈമാരീൻ്റെ അതുപോലെ ജീരകശാല അരിയൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല റൈസ് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് നിരത്തി കൊടുത്തിട്ട് നമുക്കിനി ഇതിന് വേണ്ടിയിട്ടുള്ള സാലഡ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതിന് നല്ല മെയിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ചള്ളാസ് എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ അത് ഒരു വലിയ സവാള ചെറിയ സ്ലൈസായിട്ട്, അതായത് നേരിയ നീളത്തിൽ ഇങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞ് വെക്കുക. അതുപോലെ 1-2 പച്ചമുളക് ഇതുപോലെ ചെറുങ്ങനെ ഒന്ന് അരിഞ്ഞിടണം. പിന്നെ നമ്മൾ ഒരു 1-2 അതുപോലെ കറിവേപ്പില ഇതുപോലെ കൈ കൊണ്ട് തിരുമിയിട്ടോ അല്ലെങ്കിൽ കത്രിക കൊണ്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പൊടിയുപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നമ്മൾ നല്ലോണം ഇതുപോലെ ഒന്ന് ഞെരടി എടുക്കണം. അപ്പോൾ ബിരിയാണിക്കായാലും ഇതുപോലെയുള്ള ഏത് റൈസിനായാലും നല്ല കോമ്പിനേഷനാണിത്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരണം. അപ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു ഉള്ളീൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു പിങ്ക് കളറാകും. ഇനി നമ്മളിതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വിനാഗിരിയാണ്. അപ്പോൾ വിനാഗിരി നമുക്ക് നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു പുളിക്കൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും പുളി താല്പര്യമുള്ളവർക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഇത്തിരി ഉപ്പിൻ്റെ കുറവും അതുപോലെ തന്നെ പുളീൻ്റെ കുറവിലോട്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടിയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. മൂടി വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്താൽ മതി. ഇനി ഇതിലേക്കുള്ള സാലഡ് നമുക്ക് തയ്യാറാക്കാം. ബിരിയാണീൻ്റെയും അതുപോലുള്ള റൈസിൻ്റെ ഒക്കെ കൂടെ തയ്യാറാക്കുന്ന സാലഡാണ്. അപ്പോൾ ഒരു കഷ്ണം കക്കിരി തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ 1/2 കഷ്ണം സവാളയും 1/2 കഷ്ണം തക്കാളിയും ചെറിയ അതുപോലെ പൊടി പോലെ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി നമ്മൾ ചതക്കിയിൽ നിന്ന് കുറച്ച് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് ഞെരടി യോജിപ്പിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ പുളിയുള്ള തൈരാണെങ്കിൽ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ തൈര് കൂടി ചേർത്തിട്ട് എല്ലാം ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പുതിനയോ മല്ലിച്ചപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടും കൂടി ഉണ്ടെങ്കിൽ രണ്ടും ചേർക്കാം. അങ്ങനെ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചള്ളാസും അതുപോലെ തന്നെ നമ്മളെ തൈരും സാലഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചള്ളാസ് എന്ന് പറയുന്നത് നമ്മളെ തലശ്ശേരി ഭാഗത്ത് മാത്രമാണെന്നോ ഞാൻ അറിയില്ല, പല ഭാഗങ്ങളിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ്, നല്ലൊരു പിങ്ക് കളറൊക്കെ ആയിട്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ നമ്മളെ സാലഡും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഏത് റൈസിൻ്റെ കൂടെയും ഇത് മെയിൻ കോമ്പിനേഷനാണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു 2 സൈഡ് ഡിഷ്, പ്രത്യേകിച്ച് ബിരിയാണിക്കും ഇതുപോലുള്ള റൈസിൻ്റെ ഒക്കെ കൂടെയുള്ള 2 സൈഡ് ഡിഷാണിത്.
അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡും അതുപോലെ തന്നെ ചള്ളാസിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു റൈസിൽ നിന്ന് ആ ഒരു എന്താ പറയേണ്ടത് വെള്ളപ്പറ്റൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മേലെ പോയി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും കുറച്ച് നല്ല ഡ്രൈ തന്നെയാണ്, അങ്ങനെ വെന്ത് കുഴഞ്ഞു പോകും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഈ റൈസ് എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയാണ്, അതായത് മിക്സ് ആക്കിയിട്ടാണല്ലോ നമ്മൾ വെള്ളത്തിൽ വെച്ച് വേവിച്ചല്ലേ, അപ്പോൾ ഇതുപോലെ ഉണ്ടാകുക. പക്ഷേങ്കിൽ വെള്ളപ്പറ്റൊന്നും തീരെയില്ല. ആ ഒരു തണുക്കുന്ന സമയത്ത് തന്നെ ഇത് നല്ലോണം ഒന്ന് ആറിക്കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് നമ്മുടെ ഭാഗത്തുള്ള ഈ ഒരു ഇറച്ചിച്ചോറ് എന്ന് പറയുന്നത് തന്നെ. നല്ലൊരു ടേസ്റ്റാണ്. ഇറച്ചി ആ ഒരു ഇതിൽ കിടന്നിട്ട് വേവുന്നതല്ലേ, നമ്മൾ ആ ഒരു അരിയും വെള്ളത്തിലൊക്കെ കിടന്ന് വേവുന്നത് തന്നെ കൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. പ്രത്യേകിച്ചിട്ട് പെരുന്നാളൊക്കെ വരുന്ന സമയമാകുമ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.